പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ 6 മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ തുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനുള്ള തിരക്കിട്ട നീക്കം. നിലവിൽ 6 മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വീട്ടാനുള്ളത്. 58 ലക്ഷം ക്ഷേമ പെൻഷൻകാർ സംസ്ഥാനത്തുണ്ട്. ഇവർക്ക് ഓഗസ്റ്റിലെ പെൻഷനാണ് അവസാനമായി ഡിസംബറിൽ വിതരണം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പെൻഷൻ കൊടുക്കാനുണ്ട്. അതായത് 9,600 രൂപ വീതമാണ് ഓരോരുത്തർക്കും ഇനി ലഭിക്കാനുള്ളത്. മൊത്തം 4,000 കോടിയിലേറെ രൂപയാണ് ഇതിനായി സർക്കാർ കണ്ടെത്തേണ്ടത്. നടപ്പുവർഷം പൊതുവിപണിയിൽ നിന്ന് എടുക്കാവുന്ന കടമെല്ലാം ഇതിനകം തന്നെ സർക്കാർ എടുത്തു കഴിഞ്ഞു. 28,000 കോടിയോളം രൂപയാണ് കടമെടുക്കാമായിരുന്നത്. ഇത് മുഴുവനും എടുത്തു കഴിഞ്ഞു. 9,600 രൂപ കുടിശ്ശികയുണ്ടെങ്കിലും അടിയന്തരമായി ഇതിൽ നിന്ന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും കൊടുക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് ധനവകുപ്പ് നടത്തുന്നത്. കൂടാതെ വഖഫ് ബോർഡിന്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതി പ്രകാരമുള്ള ധനസഹായങ്ങളുടെ തുക വർദ്ധിപ്പിക്കാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പ്രതിമാസ ധനസഹായം 1,000 രൂപയിൽ നിന്ന് 1,600 രൂപയായും ചികിത്സാ സഹായം 15,000 രൂപയിൽ നിന്ന് 25,000 വർദ്ധിപ്പിക്കും. വഖഫ് ബോർഡ് വഴിയുള്ള ധനസഹായങ്ങൾക്കുള്ള വരുമാന പരിധി 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷമായി ഉയർത്തി. പ്രതിമാസ ധനസഹായത്തിന് അർഹരായ മുഴുവൻ അപേക്ഷകളും പരിഗണിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. 2024 ജനുവരി മാസം 31 വരെ ബോർഡിൽ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 117 പേർക്ക് 15,000 രൂപ വീതം ചികിത്സാ ധനസഹായവും 75 പേർക്ക് 10,000 രൂപ വീതം വിവാഹ ധനസഹായവും നൽകാൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.